ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തു നിന്നുള്ള 2 വാർത്തകൾ കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഞാൻ. ഒന്ന്, ഒരു വീട്ടിലെ 6 പേരെ ഒരു 30-ൽ താഴെ പ്രായമുള്ള ഒരു പയ്യൻ കൊന്നിരിക്കുന്നു. അതിൽ പെണ്ണുമുണ്ട് ആണുമുണ്ട്. മറ്റൊന്ന്, ഒരു ഓട്ടോറിക്ഷ തിരഞ്ഞു നിർത്തി ഒരാളെ കുത്തിക്കൊന്നിരിക്കുന്നു. അതും വൈകുന്നേരമാണ്. പേട്ടയിലാണ് സംഭവം. ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചില നയങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റാണ് അതിന് കാരണം. എന്തൊക്കെയാവോ അതാ? മദ്യം സുലഭമായി കിട്ടാൻ പറ്റുന്ന വിധത്തിലുള്ള ബിവറേജ് ഔട്ട്ലെറ്റുകൾ ഗ്രാമപ്രദേശത്തുണ്ട്. എൻ്റെ ഗ്രാമത്തിലുണ്ട് ഒരു ബിവറേജ് ഔട്ട്ലെറ്റ്. അവിടെ അഭൂതപൂർവമായ തിരക്കാണ്. അതുപോലെയാണ് എല്ലായിടത്തും. കള്ളുഷാപ്പുകൾ ഒരു വാർഡിന് 1-2 വെച്ചുണ്ട്. എൻ്റെ വാർഡിൽ 2 കള്ളുഷാപ്പ്. കൂടുതലുണ്ടായിരിക്കാം, എനിക്കറിയില്ല. 2 ഏതായാലും ബോർഡ് വെച്ച് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മദ്യം ഗ്രാമത്തിൽ വരെ സുലഭമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ MDMA പിന്നെ മറ്റു മയക്കുമരുന്നുകൾ എല്ലാം കുട്ടികൾക്ക് വരെ ലഭ്യമാകത്തക്ക രീതിയിലുള്ള വമ്പിച്ച ഒരു നെറ്റ്വർക്കാണ് അത് നടത്തുന്നവർക്കുള്ളത്. അത് ഗവൺമെൻറ്റും എക്സൈസ് വകുപ്പും ഒക്കെ എത്ര തന്നെ ആഞ്ഞാഞ്ഞ് പിടിച്ചാലും സാധിക്കാത്ത വിധത്തിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഗവൺമെൻറ് ഇക്കാര്യത്തിലൊരു പ്രത്യേക ശ്രദ്ധ പുലർത്തിയേ മതിയാകൂ. അല്ലെങ്കിൽ കേരളം മുഴുവൻ ഈ മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽപ്പെട്ട പെട്ടെന്ന് തന്നെ വളരെ ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്കുണ്ടായിട്ടുള്ള ഒരു ഒഴുക്ക് വളരെ കൂടുതലാണ്. അവിടെ നിന്ന് വരുന്ന പലരെയും മയക്കുമരുന്നുമായിട്ട് പിടികൂടി എന്നുള്ള വാർത്തകളും പത്രദ്വാര വരുന്നുണ്ട്. അപ്പോൾ അവർ വരുന്ന വണ്ടികൾ, അതുപോലെ തന്നെ അവരിവിടെ താമസിക്കുന്ന സ്ഥലങ്ങൾ, അവരുടെ സഞ്ചാരം തുടങ്ങിയവയെല്ലാം സർക്കാർ നിയന്ത്രണത്തിലാക്കിയേ പറ്റൂ. അവർക്ക് വേണ്ടി പ്രത്യേകമായ രജിസ്ട്രേഷൻ സംവിധാനങ്ങളും അവരുടെ ഇവിടെ താമസിക്കുന്ന സ്ഥലങ്ങൾ സംബന്ധിച്ച രജിസ്ട്രേഷനും, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നടത്താമോ അതെല്ലാം നടത്തിയേ പറ്റൂ. നടത്തിയിട്ട് തീർച്ചയായും ഒരു വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ആ വണ്ടികളൊക്കെ തന്നെ നിരീക്ഷണ വിധേയമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു പക്ഷേ ശരിയായ രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ട് നടത്തുകയാണെങ്കിൽ കുറേ ആശ്വാസം ഇക്കാര്യത്തിൽ വന്നേക്കും. അവർ മുഖാന്തരവും കുറേയധികം മയക്കുമരുന്നുകൾ ഇവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ വകഭേദങ്ങളിവിടെ വരുന്നുണ്ട് എന്നുള്ളത് 100% സത്യമാണ്. മറ്റൊന്ന്, സിനിമയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇന്നത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ റിപ്പോർട്ടിൽ തന്നെ ഇവരുണ്ട്. അതെന്താ? സിനിമയിൽ ഈ മയക്കുമരുന്ന്, മദ്യപാനം ഇവയെക്കുറിച്ചുള്ള സീനുകൾ വരുന്നുണ്ട് എന്ന് തോന്നിപ്പോകുന്നു. കൊലപാതകങ്ങളുടെ പുതിയ രീതികൾ അതിൻ്റെ അകത്ത് പരീക്ഷിക്കുന്നുണ്ട് എന്ന് ചെറുപ്പക്കാർ പറയുന്നു. അത് ഇന്ന് വന്ന ഈ വാർത്തയുടെ അടിയിൽ കമൻറ്റുകളായിട്ട് വരികയാണ്.
സിനിമയുടെ രീതി. മറ്റൊന്ന് ഗവൺമെൻറ്റിനെ കുറിച്ചാണ്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ലാതെ വിധത്തിൽ പോകുന്നു എന്ന അഭിപ്രായം ജനങ്ങൾക്കിടയിലുണ്ട്. അത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ചാനലുകളുടെ അടിയിൽ കമൻ്റായിട്ട് വരികയാണ്, ഗവൺമെൻറ് താല്പര്യപ്പെടുന്നില്ല എന്ന്. അത് വളരെ ഗൗരവമായിട്ട് ഗവൺമെൻറ് എടുക്കണം. എടുത്താൽ മാത്രമേ ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റൂ. മറ്റൊരു വാർത്തയിൽ പറയുന്നത് മാനസിക രോഗികളുടെ എണ്ണം ഈ മയക്കുമരുന്നും കഞ്ചാവുമൊക്കെ വന്നതോടുകൂടി ഏറിയിട്ടുണ്ട് എന്നാണ്. അതും പരിശോധന വിധേയമാക്കാവുന്നതേ ഉള്ളൂ. നമുക്കുള്ള മാനസിക രോഗാശുപത്രികൾ ഒക്കെ നിരീക്ഷണ വിധേയമാക്കിയാൽ അക്കാര്യത്തിലും കൃത്യമായ ഒരു ധാരണയുണ്ടാകും. മറ്റൊന്ന്, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വന്നതോടുകൂടി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് വാർത്തകൾ വരുന്നതും മറ്റുമൊക്കെ. അതിൻ്റെ ഫലമായിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ സംസാരിക്കുന്ന എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ഞെട്ടലോടുകൂടിയാണത് നിങ്ങളോട് പറയുന്നത്. ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു സ്കൂളിൽ 2 വിദ്യാർത്ഥികളെ ഒരു കടയുടെ വാതിക്കൽ പിടിച്ചു വച്ചിരിക്കുന്നു, സാർ ഉടനെ തന്നെ വരണം എന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് കിട്ടി. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ എത്തി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളാണ് അവിടെ നിൽക്കുന്നത്. കടക്കാരൻ പറയുന്നു, ഈ കുട്ടികൾ ഈ കടയിൽ നിന്ന് സിഗരറ്റ് മോഷ്ടിച്ചു. സിഗരറ്റ് മോഷ്ടിച്ചപ്പോൾ അവിടെ എങ്ങനെയോ വന്നു ചേർന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റ് ആ കുട്ടികളെ അറിയാമെന്നും അവരുടെ അധ്യാപകനെ അറിയാമെന്നും പറഞ്ഞതനുസരിച്ചാണ് അവരെന്നെ വിളിച്ചത്. ഞങ്ങൾ കച്ചവടക്കാരനോട് സമാധാനമെല്ലാം പറഞ്ഞതിന് ശേഷം പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയി. അവിടെ ഇരുന്ന് കുട്ടികളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അവർ പറയുന്നത്, ഇതിൻ്റെ അകത്തുള്ള ചുക്ക എടുത്ത് കളഞ്ഞിട്ട് വേറെ സാധനം അതിൻ്റെ അകത്ത് നിറച്ച് കിട്ടും, അതിനു വേണ്ടിയാണ് അവർ മോഷ്ടിച്ചതെന്നായിരുന്നു. അത് മറ്റൊരു സ്കൂളിൻ്റെ ഓരം ചേർന്ന് വളരെ ഉള്ളിലായിട്ട് ഒരു സ്ഥലമുണ്ടത്ര, അവിടെ ഇത് കൊണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത്. ചുരുക്കി പറയട്ടെ, അവർ പറഞ്ഞ സ്ഥലം റെയ്ഡിന് വിധേയമായി. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പേരെയൊക്കെ പിടിച്ചു, കേസുമായി. ഇതൊക്കെ ഇങ്ങനെ സ്കൂളിൻ്റെ തീരത്ത് നടക്കുകയാണ്, സ്കൂൾ തീരത്ത് ഇഷ്ടം പോലെ നടക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ് സ്കൂളുകൾക്ക് ചുറ്റും ഉള്ള കടകൾ, അതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ, ഇവയെല്ലാം കൃത്യമായ പരിശോധനയിലൂടെ ഉറപ്പുവരുത്തണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്ന്. വേറെന്ന് പറയാനുള്ളത്, വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ഈ വർക്കുകൾ മുഴുവൻ നടക്കുന്നത്. അപ്പോൾ അധ്യാപകർക്ക് ശരിയായുള്ള ട്രെയിനിങ് കൊടുത്ത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതേപോലുള്ള വിഷയങ്ങൾ അസംബ്ലിയിലോ ക്ലാസ്സിലോ ചർച്ച ചെയ്യണമെന്നും ഒക്കെയുള്ള സന്ദേശങ്ങൾ കൊടുക്കണം. എക്സൈസ് വകുപ്പും സ്കൂളുകൾ സന്ദർശിച്ച് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കണം. പോലീസ് വകുപ്പും അത് ചെയ്യണം. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള വർക്കിന് അങ്ങനെ ഒരു ശമനം വരുമെന്ന് വിചാരിക്കാം. പിന്നെ പൊതുവായിട്ടുള്ള ബോധവൽക്കരണങ്ങളെല്ലാം നടത്തിയേ പറ്റൂ. എല്ലാ TV, റേഡിയോ മാധ്യമങ്ങളും ഇതിൻ്റെ പിന്നാലെ കൂടണം, അല്ലെങ്കിൽ കേരളം നശിച്ചു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയമായി ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, കേരളം എല്ലാ കാര്യത്തിലും 1ാം നമ്പറാണെന്ന് പറയുമ്പോൾ അതിനെ തകിടം മറിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢസംഘം വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വരെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു. വാസ്തവസ്ഥിതി എത്ര അകലെയാകാം എത്ര അടുത്താകാമെന്ന് നമുക്ക്
പറയാനാവില്ല. ഏതായാലും ഈ അറിവുകളെല്ലാം വെച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കേരള ഗവൺമെൻറ് നടത്തിയാൽ മാത്രമേ കൂടുതൽ ദുഷ്പേരിലേക്ക് കടക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. താങ്ക് യു.